ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് സബ്ജക്റ്റിലെ സെക്ഷണൽ വ്യൂസ് എന്ന പാർട്ടിലെ മൂന്നാമത്തെ സെഷനാണ്. ഓക്കെ, നമ്മൾ ബേസിക് സെക്ഷൻ കഴിഞ്ഞു. അതിൽ സെക്ഷണൽ വ്യൂ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതിൽ സെക്കൻഡ് സെഷനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എഫ് എന്ന് കാണാം അല്ലേ. അപ്പോൾ ആ ഫ്രണ്ട് നോക്കുമ്പോഴുള്ള വ്യൂവിൻ്റെ ഫ്രണ്ട് വ്യൂയുടെ സെക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ സെക്ഷൻ ഫ്രണ്ട് വ്യൂ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് ഡോട്ടഡ് ലൈൻസ് ഒഴിവാക്കി സോഡ് ലൈൻ ആക്കുക. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഹാച്ച് ചെയ്യുക, 45 ഡിഗ്രിയിൽ ഹാച്ച് ചെയ്യുക. അതുപോലെ റിബ് എന്ന് പറഞ്ഞ എലിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, ഹാച്ചിൽ നിന്ന് ഒഴിവാക്കണം. അതിവിടെ കാണല്ലേ, ഇതാണ് റിബ്. ഈ റിബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, അത് ഹാച്ചിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് വരയ്ക്കാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ അതിലൂടെ ശരിക്കും ബ്ലേഡ് പോകും, പക്ഷെ അതിനെ നമ്മൾ ഹാച്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് നോക്കാം. നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ടോപ്പ് വ്യൂ വരച്ചിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് സെക്ഷണൽ വ്യൂവിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ, അതായത് ഈ റൗണ്ട് വരും, അതുപോലെ ടാൻജൻ്റ് ആയിട്ട് ലൈൻസ് വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട് വ്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ ഒന്ന് വരച്ച് നോക്കാം. ടോപ്പ് വ്യൂ ഒന്ന് വരച്ച് നോക്കാം. അതിൻ്റെ മുൻപ് നമുക്കിവിടെ നിന്ന് തിരിച്ചൊന്ന് കാണിച്ചാൽ എങ്ങനെയൊക്കെയാണ് ഫ്രണ്ട് വ്യൂ വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കുലർ ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് ആയിരുന്നു അല്ലേ. ഉണ്ടോ, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഓബ്ജക്റ്റ് ആയിരുന്നു. അത് ഫ്രണ്ട് വ്യൂവിൽ വന്നപ്പോൾ എന്തായി, അത് സ്ട്രെയിറ്റ് ആയിട്ട് മാറി. ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടോ, ഇവിടെയുള്ള ഈ ഒരു പോർഷനാണ് ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇതൊരു സിലിണ്ടറിക്കൽ ഭാഗമാണ്, അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. ഇതൊരു ഇൻക്ലൈൻഡ് പാർട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നൊരു ഇൻക്ലൈൻഡ് പാർട്ടാണ്. അതെന്താണ്, അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു അല്ലേ. നമുക്കൊന്ന് നോക്കി നോക്കാം ഇങ്ങനെ കിട്ടും കണ്ടോ. ഇത് ശരിക്കും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സാധനമാണ് കണ്ടോ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് മാറി കണ്ടില്ലേ. പിന്നൊരു റിബും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ടോപ്പ് വ്യൂ വരച്ച് നോക്കാം. ടോപ്പ് വ്യൂ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇപ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. ക്വസ്റ്റ്യനിൽ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കണ്ടോ, 2 വട്ടുണ്ട്. പിന്നെ ഇവിടേക്കുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടോ, അത് സ്ട്രെയിറ്റ് ആയിട്ട് കാണാം കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ഇത്ര സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ കണ്ടില്ലേ. ഇത് ഇത്ര കണ്ടു. ബാക്കി കർവായിട്ടുള്ള ഭാഗമാണ്. ഇവിടെയാണ് ഈ കർവായിട്ടുള്ള ഭാഗം. അതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ കണ്ടില്ലേ. ഇതാണ് കർവായിട്ടുള്ള പോർഷൻ. അതെന്തായി, അത് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടു. പിന്നെ ബാക്കി ഈ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ലൈന് പോണത് കണ്ടോ. ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ലൈന് പോണത്. അത് ഈ സർക്കിളിലേക്ക് ടാൻജൻ്റ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് വരച്ച് നോക്കാം. ഓക്കെ, നമുക്ക് 2 സർക്കിളുണ്ട്. ഡയമീറ്റർ 16-ൻ്റെയും ഡയമീറ്റർ 30-ൻ്റെയും 2 സർക്കിളാണ് ഇപ്പോൾ വരയ്ക്കാൻ പോണത്. ഫിഗർ ചെറുതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട്, ഫിഗർ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ 2 സർക്കിൾസ് വരയ്ക്കണം. ഒന്ന് ഒരു വലിയ ഡയമീറ്റർ വരച്ച് ഒരു ചെറിയ ഡയമീറ്റർ 30 mm ഡയമീറ്ററിൻ്റെ
ഒരു സർക്കിളും വരച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി വരയ്ക്കുന്നത് നമുക്ക് ഈ ഒരു ലൈനാണ്, ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലൈനാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുകയാണ്. സെൻറ്റർ ലൈൻ വരച്ചു. അപ്പോൾ ഒന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ലൈനായി. ഇനി ഞാൻ ഈ ഒരു സർക്കിൾ, ഇവിടെ ഉള്ളൊരു ചെറിയ സർക്കിൾ കണ്ടോ, ആ ലൈന് വന്നിട്ട് മുട്ടുന്ന ആ ഒരു സർക്കിൾ, അതിൻ്റെ ഡയമീറ്റർ ഇവിടെ തന്നിരിക്കുന്നത് 15 കണ്ടോ, R15 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് R15 വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കിട്ടണം അല്ലേ, അതിനുണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. മെയിൻ സെൻറ്റർ മുതൽ ഈ ഒരു സർക്കിൾ വരുന്ന സെൻറ്ററാണ് 115 കണ്ടോ. ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ വരെ 115 അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ 115 കാണിച്ചത് അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 115 ഒരു ലൈന് വരച്ചു, അത് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 115 ലൈന് വരച്ചു. അപ്പോൾ അതാണ് അടുത്ത ആ രണ്ട് സർക്കിളിൻ്റെ സെൻറ്റേഴ്സ്. അപ്പോൾ അത് സെൻറ്റർ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻറ്റർ ലൈൻ വരച്ചു. ഇനി ആ രണ്ട് സർക്കിൾസ് വരയ്ക്കാം. R15 പിന്നെ ഡയമീറ്റർ 16 ഉള്ളത്. ആദ്യം വലിയ സർക്കിൾ 15 mm റേഡിയസിൻ്റെ സർക്കിളാണ് വരയ്ക്കാൻ പോണത്. പിന്നെ ഉള്ളിൽ സർക്കിളത്തിൻ്റെ ഡയമീറ്റർ 16, അപ്പോൾ 8 mm ആയിരിക്കും അതിൻ്റെ റേഡിയസ് വരിക. 8 mm റേഡിയസിൽ അടുത്ത സർക്കിൾ. ആ രണ്ടെണ്ണം വരച്ചു. ഇനി നമുക്കിതിലേക്ക് ടാൻജൻ്റാണ് വരയ്ക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. നമുക്ക് വലിയ സർക്കിളിൻ്റെ ഒരു ക്വാഡ്രൻ്റ് എന്നാണ് നമ്മൾ ലൈൻ എടുക്കുക, എന്നിട്ട് ചെറിയ സർക്കിളിൻ്റെ ടാൻജൻറ്റിലേക്കാണ് മുട്ടിക്കുക. കണ്ടോ, ടാൻജൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെൻറ്റർ ലൈൻ കഴിഞ്ഞിട്ടേക്കും വരും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ടാൻജൻറ്റിലേക്ക് മുട്ടിച്ചു. ബാക്കി എനിക്ക് ആവശ്യമില്ല, അപ്പോൾ ആ ഭാഗം ഞാനൊന്ന് റബ്ബർ എടുത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, ഈ ഭാഗത്ത് എന്തൊക്കെയാണുള്ളത് കണ്ടോ, മൊത്തം നമുക്ക് എവിടെ വരെ കാണാം, നമുക്ക് ഈ അറ്റം വരെ കണ്ടോ, ഈ ഒരു അറ്റം വരെ റെക്റ്റാങ്കിളായിട്ട് കാണാം അല്ല. അപ്പോൾ ഈ ഫിഗറിലേക്ക് ഒന്ന് പോവാം. ഈ ഫിഗറിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ 35 എന്ന് കാണുന്നത് കണ്ടോ, 35 അത് ശരിക്കും പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അത് 55 വരും കേട്ടോ, 55. ഓക്കെ, 55 വരും. നിങ്ങളൊന്ന് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സെൻറ്റർ മുതൽ മെയിൻ സെൻറ്ററാണ് ഇത് കണ്ടോ, മെയിൻ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ 55 വരും. ഓക്കെ, 55 ബാക്കി അറ്റത്തേക്ക് 15. ഇവിടെ റേഡിയസ് 15 കാണാം കണ്ടോ, റേഡിയസ് 15. ആ സെൻറ്ററിൽ നിന്നും അറ്റം വരെ റേഡിയസ് 15. സോ മൊത്തം ഈ സെൻറ്ററിൽ നിന്നും 55 ബാക്കി 15 70 mm ആണ് വരിക കേട്ടോ, ശ്രദ്ധിക്കണേ. ഇത് 35 അല്ല, 35 വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു ഫിഗർ കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ 55 ആണ്, 55 + 15 70 mm വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 70 mm നമുക്ക് ലൈൻ വരയ്ക്കാം.
സെൻറ്റർ ചെയ്യുമ്പോൾ ഞാൻ ലൈൻ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വിഡ്ത്ത്, ഈ ഒരു വിഡ്ത്ത് എത്രയാണ് അത് ഇവിടെ ഉണ്ട്. നമുക്ക് ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട് 20 mm തന്നിട്ടുണ്ട് കേട്ടോ, 20 തന്നിട്ടുണ്ട്. അപ്പോൾ 20 ഇവിടെ വരയ്ക്കുക, 10 മേലേക്കും 10 താഴേക്കും. അത് നമുക്ക് നേരെ ഇതിലേക്ക് മുട്ടിച്ചാൽ മതി, ഈ ഫിഗറിലേക്ക് മുട്ടിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഈ ഫിഗറിൻ്റെ ഈ ലൈന് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ മായ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഡ്രാഫ്റ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഫിഗറിലേക്ക് മുട്ടിച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്താ ഉള്ളത് നോക്കാം. ഇവിടെ ഒരു ഹോള് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഹോള് പാസ് ചെയ്യുന്നുണ്ട്. ആ ഹോള് നമുക്കിവിടെ ടോപ്പ് വ്യൂ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ, ടോപ്പ് വ്യൂ കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു ഡോട്ടഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എത്രയല്ല വരച്ചത്, ഇവിടെ 55 ഉണ്ടോ, ഇവിടെ ഈ ഞാൻ 35 ഒഴിവാക്കി 55 ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഉണ്ടോ, ഈ 35 ഒഴിവാക്കിയിട്ട് 55 വരെയാണ് അതിൻ്റെ സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ സർക്കിൾ വരയ്ക്കണമെങ്കിൽ എനിക്ക് സെൻറ്റർ കിട്ടണം അല്ലേ. അപ്പോൾ 55 കൂടെ ഞാൻ ലൈൻ വരയ്ക്കാം. ഞാൻ ടോട്ടൽ 70 ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 55 ലൈൻ വരയ്ക്കാം. 55 വരച്ചു. അവിടെ നമ്മൾ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഹോളാണ് പാസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ലൈൻ വരയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ സെൻറ്റർ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇവിടെ 2 ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതൊരു ഹോളാണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ ഡോട്ടഡ് ലൈനിലാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഡോട്ടഡ് ലൈൻ എടുത്ത് ഇനി നമുക്ക് എന്താ പറയണം, അതിന് ഡയമീറ്റർ പറയണം അല്ലേ. അപ്പോൾ ഡയമീറ്റർ എത്രയാണ് ഇവിടെ, ഡയമീറ്റർ 12 കണ്ടോ, ഡയമീറ്റർ 12 ആണ്. ഇപ്പോൾ 12 ആണ് ഡയമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് 6 വിട്ടിട്ട് ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 വിട്ടിട്ട് ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്തൊരു 6 mm വിടുക, 6 mm വിട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കുക കണ്ടോ. അതുപോലെ ഇവിടുന്ന് വീണ്ടും 6 വിടുക, ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡോട്ടഡ് ലൈൻ. ഡോട്ടഡ് ലൈൻ കാണാൻ വേണ്ടിയിട്ട് സ്കെയിലിംഗ് ഒന്ന് കൂട്ടാണ്, നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്താട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മുഴുവൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഭാഗത്ത് വേറെ ഒന്നുമില്ല അല്ലേ, കണ്ടോ. നമുക്ക് ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിൾ കണ്ടു, ആ ഹോളും ഞാനിവിടെ ഡോട്ട് ചെയ്തു. ഇനി ഇവിടെ ഉള്ളത് എന്താണ്, ഇനി നടുവ് കൂടെ പോകണ ആ റിബാണ് അല്ലേ, ഇവിടുത്തെ റിബാണ് നടുവ് കൂടെ പോകുന്നത്. റിബ് ഇതിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് പോയിന്റ്, ഇവിടെയുള്ള എൻഡ് പോയിന്റ് നമുക്ക് അറിയണം, ഈ എൻഡ് പോയിന്റ്. അപ്പം എൻഡ് പോയിന്റ് എങ്ങനെ കിട്ടുക, നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടും. ക്വസ്റ്റ്യനിൽ കണ്ടോ, അറ്റത്തെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും റിബിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടോ 25 mm കണ്ടോ. അറ്റത്തെ സർക്കിളിൽ നിന്നും റിബിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 25 mm ആണ്. അപ്പോൾ അത് നമുക്കിവിടെ വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് കണ്ടോ, ഈ സെൻറ്ററിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്ന് 25 വിട്ടിട്ട് എനിക്ക് 2 പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് കണ്ടോ, 12 mm. അതാണ് ഇതിൻ്റെ വിഡ്ത്ത്. ഈ റിബിൻ്റെ വിഡ്ത്ത് 12 ആണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 6 മേലോട്ട് 6 താഴേക്ക്. ഇവിടെ 6 മുകളിലോട്ട്, അതുപോലെ 6 താഴേക്ക്. അത് നേരെ നമ്മൾ ഫിഗറിലേക്ക് മുട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഏതാണ്ട്, ടോപ്പ് വ്യൂ ഏതാണ്ട് നമ്മൾ വരച്ച് കഴിഞ്ഞു കണ്ടോ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ടോപ്പ് വ്യൂ കണ്ടില്ലേ, ടോപ്പ് വ്യൂ നമ്മൾ മുഴുവൻ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഇത് വെച്ച് നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. ഓക്കെ, ടോപ്പ് ഇപ്പോൾ ഏതാണ്ട് റെഡി അല്ലേ നിങ്ങൾക്ക്.
ഇപ്പോൾ വരയ്ക്കേണ്ട പ്രൊസീജിയർ മനസ്സിലായി. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ ഫ്രണ്ട് വ്യൂ എവിടെ വരയ്ക്കുക? ടോപ്പ് വ്യൂയുടെ മുകളിലാണ് വരയ്ക്കുക കേട്ടോ. ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയാണ് ടോപ്പ് വ്യൂ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ടോപ്പ് വ്യൂ വരച്ചു. സോ നമ്മളെന്താക്കണം? ഇനി മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. എല്ലാ ലൈനും മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. പിന്നെ മുകളിലാണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടത്. എല്ലാം നമുക്ക് കാണുന്ന എല്ലാ ലൈനും നമ്മളങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. ഈ വന്ന് നിൽക്കുന്ന എൻഡ് പോയിന്റ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിളിൻ്റെ എൻഡ് പോയിന്റ് ഇവിടെയാണ്. ഉണ്ടോ? രണ്ടും വെവ്വേറെ കണ്ടില്ലേ? സർക്കിളിൻ്റെ എൻഡ് പോയിന്റ് അതുപോലെ കണ്ടോ, ഈ ഒരു ഇൻക്ലൈൻ ലൈൻ സ്റ്റാർട്ട് ചെയ്ത ലൈനാണ് കണ്ടോ, പോയിൻ്റാണ്. അതെടുത്തു. പിന്നെ ഈ റിബ് വന്ന് നിൽക്കുന്ന പോയിന്റ് അത് കണ്ടത് ഇവിടെ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസമൊക്കെ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ പ്രൊജക്ഷൻ ലൈന് വരച്ചാലുള്ളൊരു ഉപകാരം. എല്ലാ ലൈനും പ്രൊജക്റ്റ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ. ഇനി സെൻട്രൽ ലൈനും കൂടെ കൊണ്ട് നീട്ടുക. നീട്ടിയാൽ മതി. നമ്മൾ വേറെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണമെന്നില്ല. സെൻട്രൽ ലൈൻ ആകുമ്പോൾ നീട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാവും അത് സെൻട്രൽ ലൈൻ ആണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. ഓക്കെ, സെൻട്രൽ ലൈനും വരയ്ക്കാം. ഇനി നമുക്ക് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ അങ്ങോട്ട് വരയ്ക്കാം അല്ലേ? അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ നമുക്ക് ആദ്യം എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. കണ്ടില്ലേ? ഏറ്റവും ബേസുള്ള ലൈന് മൊത്തമായിട്ട് ഇങ്ങനെ വന്നു അല്ലേ? ഏതുവരെ? ഈ സെൻറ്റർ വരെ കണ്ടോ? ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ വരെ നമുക്ക് കണ്ടോ, ഈ ഒരു പോയിന്റ് വരെ ഫുൾ സ്ട്രെയിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ അതേപോലെ ഇവിടെ വരയ്ക്കുകയാണ്. മനസ്സിലാവുണ്ടോ നോക്കുക. ഇവിടെ നിന്നൊരു ഡയമെൻഷൻ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് ഉണ്ടോ ഇവിടെ നിന്നിപ്പോൾ ഓക്കെ. എന്നിട്ട് ലൈന് ഈ സെൻറ്റർ വരെ കേട്ടോ, ഈ സെൻറ്റർ വരെ ഞാൻ വരയ്ക്കുന്നു കേട്ടോ. ഓക്കെ, സെൻറ്റർ വരെ ഞാൻ വരച്ചുള്ളൂ. അത് കണ്ടില്ലേ? അതിവിടെ ഏറ്റവും ബേസുള്ള ലൈന് കണ്ടോ? ഏറ്റവും ബേസുള്ള ലൈൻ എവിടെ വരെ വരുന്നുണ്ട്? ഈ അറ്റം തുടങ്ങിയിട്ട് കണ്ടോ, ഈ ഏറ്റവും അറ്റത്ത് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഈ ഒരു സെൻറ്റർ വരെ കണ്ടോ, ഈ ഒരു പോയിന്റ് സെൻറ്റർ വരെ. പിന്നെ അവിടെ നമ്മൾ സെമി സർക്കിളാണ്. പിന്നെ നേരെ സ്ട്രെയിറ്റ് ലൈൻ പോകില്ല. അതാണ് ഞാൻ ഇവിടെ വരെ വരച്ച് നിർത്തി. കണ്ടില്ലേ? ഈ സെൻറ്റർ ലൈൻ വരെ വരച്ച് നിർത്തി. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ മുകളിലേക്ക് ഒരു ദൂരമുണ്ടല്ലേ? അത് ഈ ഒരു ബ്ലോക്കിൻ്റെ വിഡ്ത്ത്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടും. എത്രയുള്ളത് കണ്ടോ? 15 mm. അപ്പോൾ 15 mm മുകളിലേക്ക് വരയ്ക്കാം. 15 വരച്ചു. ഇനി നോക്കുക, ആ ഒരു റിബ് കണ്ടോ? റിബല്ല, സോറി, ഈ ഇൻക്ലൈൻ ലൈൻ കണ്ടോ എവിടെ വരെ വന്ന് അവസാനിക്കുന്നത്? ഈ ഇൻക്ലൈൻ ലൈന് വലിയ ഈ ഒരു സർക്കിളുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിൽ നോക്കി നോക്കാം. അപ്പോൾ മനസ്സിലാവും കണ്ടോ? ഈ ഇൻക്ലൈൻ ലൈൻ വന്നിട്ട് ഈ ഒരു സർക്കിളിൻ്റെ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് അല്ലേ? അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും? ഏതുവരെ ഉണ്ടാവും? കണ്ടില്ലേ? ഈ ഒരു ഭാഗം അതാണ് ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്ത് വരച്ച്. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ ഈ ഇൻക്ലൈൻ ലൈൻ ഇവിടെ വരെ വന്ന് അവസാനിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കണ്ടോ? എൻ്റെ പോയിന്റ് കിട്ടി. നമുക്ക് വേറെ ഡയമെൻഷൻസിൻ്റെ ആവശ്യമില്ല. ഈ ഇൻക്ലൈൻ ലൈൻ ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ? ഈ ഇൻക്ലൈൻ ലൈൻ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത്. അത് നമ്മൾ ടോപ്പിൽ പ്രൊജക്ഷൻ ലൈനിൽ കൊണ്ടുപോയിട്ട് മുട്ടി. ഓക്കെ. നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് നമുക്ക് തിരിച്ചു നോക്കാം. ഞാൻ ഇതുവരെ വരച്ചു. ഓക്കെ. ഇനി ഈ വലിയ സർക്കിളിൻ്റെ 2 ലൈൻസ് വരച്ചു നോക്കാം. വലിയ സർക്കിളിൻ്റെ 2 ലൈന് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് വലിയ സർക്കിളിലൂടെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ? ഈ രണ്ടാമത്തെ പ്രൊജക്ഷൻ ലൈൻ കണ്ടല്ലേ? ഈ ഒരു ലൈന്. ഓക്കെ. അപ്പോൾ അത്
ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് എത്ര ദൂരം ഉണ്ട് നോക്കാം. 50 mm ഉണ്ട് കേട്ടോ. 50 mm ആണ് മൊത്തം. താഴെ നിന്ന് 50 mm ആണ് മുകളിലേക്ക്, കണ്ടല്ലേ? അതാണ് ഈ ഒരു ഹൈറ്റ്. അപ്പോൾ ആ ഹൈറ്റ് ഇവിടെ വരയ്ക്കാനേ. ഈ രണ്ടാമത്തെ പ്രൊജക്ഷൻ ലൈനിൽ നിന്നും 50 mm മുകളിലേക്ക്. ഓക്കെ, ഇത് നേരെ ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് കണ്ടില്ലേ, ഈ ഒരു പോയിന്റ് വരെ വന്നിട്ട് കണ്ടോ, ഈ ഒരു പോയിന്റ് വരെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും അല്ലേ. മൊത്തം ഇവിടെ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഇനി ഡയമീറ്ററാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഡയമീറ്റർ എനിക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ ഈ അറ്റം കണ്ടോ, ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുട്ടിച്ചാൽ മതി. അപ്പം ഞാൻ അതിലേക്ക് മുട്ടിക്കാൻ പോണേ. അതവിടെ മുട്ടിച്ചു, എന്നിട്ടത് താഴോട്ട് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണുള്ളത്? നമുക്ക് റിബ് ഉണ്ട് അല്ലേ. ഉണ്ട്, അവിടെ ഒരു റിബ് വരുന്നുണ്ട്. ഈ റിബ് ചെയ്ത് വരെ ഇവിടെ ഈ പോയിന്റ് വരെ ഉള്ളത്. അതാണ് എനിക്ക് ആ ഇൻക്ലൈൻ ലൈൻ വരുന്നത് അല്ലേ. അപ്പോൾ ആ ഇൻക്ലൈൻ ലൈൻ ഇതുവരെ വരുന്നുണ്ട്. ആ പോയിൻ്റാണ് ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ച് കണ്ടോ, ഈ ഒരു ലൈൻ കണ്ടോ, ഇത് റിബിൻ്റെ എൻഡാണ്. അപ്പോൾ അതിലേക്ക് ഒരു ലൈന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഈ റിബിൻ്റെ എൻഡിലേക്ക് കൊടുക്കുക, കണ്ടില്ലേ? ആ പ്രൊജക്ഷൻ ലൈനിൽ കൊണ്ടുവച്ച് മുട്ടിച്ചാൽ മതി. അപ്പോൾ ആ പണിയും കഴിഞ്ഞു. ഇനി വരുന്നത് എന്താണ്? ഈ ഒരു മൂമെൻ്റ് ഇതാണ് വരുന്നത് കണ്ടോ, ഈ ഒരു ഭാഗം, ഈ ഒരു സെക്ഷനാണ് വരുന്നത്. അതിൻ്റെ പ്രൊജക്ഷനാണ് ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി എനിക്കിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടണം, സെൻറ്റർ ലൈൻ കിട്ടണം. അപ്പോൾ സെൻറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര വിട്ടിട്ടാണ് വരുന്നത്? അത് നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, റേഡിയസ് 15 കണ്ടോ. സോ 15 ഇവിടെ അറ്റം. ഈ ഒരു സർക്കിൾ സെൻറ്ററിൻ്റെ സെൻറ്റർ മുതൽ അടിയിലേക്ക് 15 mm അല്ലേ. എനിക്ക് ആ അടിവശം എനിക്ക് ഇവിടെ കിട്ടി, കണ്ടില്ലേ? ഇതാണ് എൻ്റെ അടിവശം. ഇവിടെ നിന്ന് 15 മുകളിലേക്ക് എടുത്താൽ എന്ത് കിട്ടി? സെൻറ്റർ ലൈൻ കിട്ടി. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു 15 മുകളിലേക്ക് വരച്ചു. അപ്പോൾ ഇങ്ങനെ സെൻറ്റർ പോയിന്റ് കിട്ടി. ഇനി അത് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു സെൻറ്റർ ലൈൻ വരയ്ക്കാനുണ്ട്. ഓക്കെ, അത് വരച്ചു. ഇനി എന്താക്കണം? ഇവിടെ ഒരു ഹോൾ വരയ്ക്കണം അല്ലേ. ആ ഹോളിൻ്റെ ഡയമീറ്റർ എത്രയാണ്? അതിവിടെ കാണാം. ഹോളിൻ്റെ ഡയമീറ്റർ 12 mm കണ്ടോ, 12 mm ചെറുത്. അപ്പോൾ ആ ചെറുത് ഇവിടെ വരയ്ക്കാൻ. ആ ചെറുത് വരച്ചു കണ്ടോ, കറക്റ്റ് ആ പ്രൊജക്ഷനിൽ പോയി നിന്ന് കണ്ടില്ലേ. അത് പ്രൊജക്റ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ സുഖമാണ്. ഇനി 15 mm വലുത്, റേഡിയസ് 15 കണ്ടോ, കൃത്യമായിട്ട് ആ പ്രൊജക്ഷനിൽ പോയി നിന്നു. ഇനി ഈ ലൈൻ എങ്ങോട്ടാണ് വന്ന് മുട്ടുന്നത് കണ്ടോ. ഇവിടെ ഒരു ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ, ഈ ലൈൻ വന്നിട്ട് ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ എവിടെയാണ് വന്നിട്ട് മുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണാം കണ്ടോ. ഒരു ചെറുതായിട്ട് ഈ വലിയ വട്ടത്തിൻ്റെ അറ്റത്തുനിന്ന് കുറച്ചൊന്ന് വിട്ടിട്ടാണ് ഇത് വന്നിട്ട് മുട്ടുന്നത് അല്ലേ. ആ മുട്ടുന്ന പോയിൻ്റാണ് എനിക്കിവിടെ പ്രൊജക്ഷൻ കിട്ടി, കണ്ടില്ലേ? പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുന്നതിന് ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു ലൈൻ വന്ന് മുട്ടുന്നത് കണ്ടില്ലേ, ഇവിടെയാണ്. ഈ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ, കണ്ടില്ലേ? അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്താണ് വന്നിട്ട് മുട്ടുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൊജക്ഷനാണ് ഞാൻ മുകളിലേക്ക് ഒരു ഈ ലൈന് കണ്ടോ. അപ്പോൾ അതിലേക്കാണ് എനിക്ക് കൊണ്ടുവരും മുട്ടിക്കേണ്ടത്. സോ ഇവിടെ നിന്നും ഒരു ലൈന് വരച്ചിട്ട് നമ്മൾ എന്താക്കണം, ഇവിടേക്ക് കൊണ്ടുപോയി മുട്ടിക്കേണ്ടല്ലോ. ഓക്കെ,
അതിവിടെ വരെ കാണും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ട്രിം ചെയ്യാണ്. ഫ്രണ്ട് വ്യൂ അതേപോലെ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ നമുക്ക് മായ്ക്കേണ്ടി വരും ഇവിടെ. അതുപോലെ ഈ വലിയ സിലിണ്ടറിൻ്റെ ലൈൻ താഴേക്ക് നമുക്ക് കാണില്ല അല്ലേ. ഇവിടെ ഈ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഫുള്ള് റെഡിയായി. ഇനി ഇവിടെയും കൂടെ ഒന്ന് മാറ്റാണ്ടല്ലേ. ആ ഫുള്ള് വട്ടം നമ്മൾ കാണൂല. നമ്മൾ ഇത്രയും ഭാഗമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ബാക്കി ആ പ്രൊജക്ഷനിൽ നമ്മൾ വരച്ചതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയാൽ കൃത്യമായിട്ട് നമ്മളുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ കഴിയും. സോറി, അതിൻ്റെ മുന്നേ നമുക്ക് എന്തുകൊണ്ട് ഉള്ളിൽ ഒരു ഹോളില്ലേ, ആ ഹോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഹോൾ നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചല്ലേ. കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഈ ഒരു എൻഡിൽ കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട ഹോൾ. കണ്ടോ, ഈ ഒരു ഹോളാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അതുപോലെ ഇവിടെ കണ്ടോ ചെറിയൊരു ഹോളുണ്ട്, അത് നമുക്ക് കാണുന്നില്ല. കണ്ടില്ലേ, ഇവിടെ കണ്ടോ 2 ഹോളുണ്ട്. ഈ ഒരു ഹോളും ഈ ഒരു വലിയ ഹോളുണ്ട്. ഇത് രണ്ടും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണൂല. കണ്ടോ, രണ്ടും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, അത് ഡോട്ടഡ് ലൈനിൽ കാണിക്കണം. അപ്പോൾ അത് ഞാൻ ഡോട്ടഡ് ലൈനിൽ കാണിക്കുകയാണ്. ഇവിടെ ഞാൻ ഡോട്ട് ലൈൻ കാണിച്ചു. ഇവിടെ ഒരു ഹോൾ ഇവിടെ അത് കാണിച്ചു. ഇവിടെ ചെറിയൊരു ഹോളുണ്ട്, അതും കാണിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ലൈൻ ഒക്കെ ഒന്ന് മാറ്റി നോക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ. കണ്ടില്ലേ, ഇപ്പോൾ ഇതേ സാധനം ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ വരച്ചത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ ഇവിടെ ഒരു ലൈൻ കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കണ്ട, ആ ലൈൻ ശരിക്കും ഇവിടെ കാണില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ലൈനിൽ ഇവിടെ അങ്ങനെ കാണുന്നില്ല അല്ലേ. ഇവിടെ വേറെ ലൈൻസ് ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ലൈനൊന്നും നമുക്ക് വരയ്ക്കാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ സെറ്റ് ആയല്ലോ. ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണ്. അതായത് ഫ്രണ്ട് വ്യൂവിനെ മുറിച്ച് കാണുന്ന ആ ഒരു വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുറിച്ച് നോക്കാൻ. സോ നമ്മളൊരു പ്ലെയിൻ നമ്മളുണ്ടാക്കി മുറിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ മുറിക്കാൻ ആരംഭിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് നടുവിൽ നിന്ന് ഇങ്ങനെയാണ് മുറി പോണത്. കണ്ടോ, ഇങ്ങനെയാണ് മുറിക്കുക. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ ഫസ്റ്റ് മുതൽ. ഇപ്പോൾ നിങ്ങൾ ആ ഒരു മുറിച്ച് കഴിഞ്ഞാൽ എന്ത് വ്യൂ ആണ്, അതാണ് ഈ സെക്ഷണൽ വ്യൂവിൻ്റെ കൺസെപ്റ്റ് തന്നെ പറയുന്നത്. കണ്ടില്ലേ?
ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് കണ്ടോ ആണ് ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ നമുക്ക് ഞാൻ ഫ്രണ്ട് വ്യൂയിലേക്ക് ആക്കിയിട്ടൊന്ന് മുറിച്ച് നോക്കാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത വ്യൂ കണ്ടില്ലേ. അപ്പോൾ ഇവിടെയാണ് ഞാൻ മുറിക്കുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ പകുതിക്കൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടോ, അവിടെ ഈ ഒരു ഹോള്, ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അല്ലേ, അതേപോലെ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ 2 ഹോള്, 1 2, ഈ 2 ഹോളും നമുക്ക് കാണില്ലായിരുന്നു ഫ്രണ്ട് വ്യൂവിൽ കണ്ടില്ലേ. ഫ്രണ്ട് വ്യൂവിൽ കാണുന്നില്ല, പക്ഷെ അത് നടുവിൽ മുറിച്ചപ്പോൾ അത് കണ്ടു കണ്ടില്ലേ. 3D കൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ലേ. അതാണ് ഈ നടുവിന്ന് മുറിക്കുന്ന ഈ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ അത് ഇവിടെ നീ ഫ്രണ്ട് വ്യൂ നോക്കി നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, സെക്ഷൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കി, ഇതന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ വ്യത്യാസം നമുക്കൊന്ന് ആദ്യം നോക്കാം. ഇവിടെയുള്ള ഡോട്ടഡ് ലൈൻ സോളിഡ് ലൈൻ ആയില്ലേ ഉണ്ടല്ലേ, ഇവിടെ ഡോട്ടഡ് ലൈന് സോളിഡ് ലൈനായി. അപ്പോൾ എന്താക്കി, അത് ഞാൻ സോളിഡ് ലൈൻ ആക്കാൻ പോവാണ്. ഇവിടുന്ന് ആ സോളിഡാക്കി, ഇവിടെ ഉള്ളത് സോളിഡാക്കി, ഇത് സോളിഡാക്കി, ലാസ്റ്റത്തെ ലൈന് സോളിഡാക്കി. ഓക്കെ, സോളിഡ് ലൈനാക്കി. ഇനി ബാക്കി എന്താണുള്ളത്, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ലൈന് ഇവിടെ മുറിക്കുന്നതിന് മുൻപ് എനിക്ക് ആ ഇൻക്ലൈൻ ലൈന് കണ്ടിരുന്നു അല്ലേ, കണ്ടോ. മുറിക്കുന്നതിന് മുൻപ് ഇൻക്ലൈൻ ലൈന് കണ്ടിരുന്നു. അത് മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ അവിടെ കാണുന്നില്ല കണ്ടോ, അങ്ങനത്തെ ലൈനേ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കണം, ഈ ഒരു ലൈൻ നമ്മൾ ഡിലീറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ട് റിബ് എന്താക്കാൻ പാടില്ല, റിബ് നമ്മൾ ഹാച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് ആ ഒരു കാരണമാണ്. ഇപ്പോൾ നമുക്ക് ഫുൾ പ്ലെയിൻ അവിടെ അല്ലേ ഉണ്ട്, ഇവിടെ ഫുൾ പ്ലെയിനാണ്, പക്ഷെ റിബിനെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ലൈന് വരച്ചെടുത്തുകൊണ്ടില്ല. അപ്പോൾ എനിക്ക് റിബിനെ എനിക്ക് ഒഴിവാക്കി കിട്ടി. അപ്പോൾ ബാക്കി ഹാച്ച് ചെയ്താൽ മതി കണ്ടില്ല. ഇവിടെയുള്ള റിബിനെ ഞാൻ ഒഴിവാക്കി, ഇവിടെയുള്ള റിബിനെ ഞാൻ ഒഴിവാക്കിയപ്പോൾ എനിക്കിവിടെ ബാക്കി ഹാച്ച് ചെയ്താൽ മതി. ഇനി ഇവിടെ എന്താണുള്ളത് കണ്ടോ, ഈ ഒരു കട്ടിങ് വരുന്നതിന് മുൻപ് കണ്ടോ, ഈ ഒരു പോർഷനിൽ കണ്ടോ, ഈ ഒരു പോർഷനിൽ ഈ ലൈനൊക്കെ നമുക്ക് കാണുമല്ലേ. ഈ ലൈൻ ഇതുവരെ എൻഡിലൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. ഇനി ഇത് എവിടെ വന്ന് നിൽക്കുന്നത് നോക്കാം. കട്ട് ചെയ്ത് വരുമ്പം ആ വലിയ സർക്കിളിൻ്റെ കണ്ടോ, ആ വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത് കണ്ടില്ലേ. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ മുകളിൽ നിന്ന് ഒന്ന് വേറെ റിവ്യൂവിൽ കാണിച്ചു തരാം. കട്ട് ചെയ്യുന്നതിന് മുൻപ് ഇതൊരു സൈഡിലേക്കാണ് പോയി നിൽക്കുന്നത് കണ്ടില്ലേ, ഇവിടെയാണ് പോയി നിൽക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ എന്താവും, അത് അതിൻ്റെ സെൻറ്റർ വരെ കാണുള്ളൂ ആ ലൈന് കണ്ടോ. ഈ ലൈന് ഇതിൻ്റെ സെൻറ്റർ വരെ കാണുള്ളൂ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ എന്താക്കണം, നമ്മൾ ഇതിന് സെൻറ്റർ വരെ ആക്കാം. അതായത് നമുക്ക് ഈ ലൈനിൻ്റെ ആവശ്യമില്ല, ഈ ലൈൻ ഇപ്പോൾ വേണ്ട ആവശ്യമില്ല കണ്ടോ. ഇവിടെ ഇത്രയും പോർഷൻ നമ്മൾ വായിച്ചു കളയാം കണ്ടോ. അത്രയുള്ള സംഭവം, ചെറിയ വർക്കേ നമുക്ക് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയ വർക്കേ നമുക്ക് കൂടെ ചെയ്യാറുള്ളൂ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ മനസ്സിലായില്ലേ കണ്ടല്ലേ. ഇതാണ് സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ ചെയ്തു, ഇനി ബാക്കി ഭാഗം ഹാച്ച് ചെയ്യണം. അപ്പോൾ ഹാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ നമുക്കതൊന്നും കൂടെ നോക്കാം. ഹാച്ച് ചെയ്യുമ്പോൾ ഏത് പോർഷനെ ഹാച്ച് ചെയ്യാന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഫ്രണ്ട് വ്യൂലാക്കി തരാം. ഫ്രണ്ട് വ്യൂലാക്കുമ്പോൾ ഇതോടെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതിലൂടെയാണോ ആ ബ്ലേഡ് പോയത്, അപ്പോൾ ബ്ലേഡ് പോയതാണ് യെല്ലോ കളറിൽ കാണുന്നത് അല്ലേ, ആ ഭാഗമാണ് ഹാച്ച് ചെയ്യേണ്ടത്. ഇവിടെ 2 ഹോൾ ഉണ്ടാകണ്ട, അത് ഹാച്ച് ചെയ്യൂല, ബാക്കി ഭാഗമാണ് ഹാച്ച് ചെയ്യുക. അപ്പോൾ ഹാച്ച് ചെയ്യുമ്പോൾ നമ്മൾ റിബിന് ഒഴിവാക്കണം, അതൊരു റൂളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാച്ച് ഒന്ന് എടുത്ത് നോക്കാം. ഇത്രയൊക്കെ പോർഷനാണ് നമുക്ക് ഹാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ നമ്മൾ 45 ഡിഗ്രിയിലാണ് സാധാരണ വരയ്ക്കുക.
ഓക്കെ, 45-ലാക്കിയിട്ടൊന്ന് ഹാച്ച് ചെയ്ത് നോക്കാം. ഹാച്ച് ഓക്കെ. ഇത്രയും ഭാഗമാണ് ഹാച്ച് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പേസിങ് ഇത്ര വേണമെന്നില്ല, ലേശം കൂടി ഒന്ന് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെക്ഷൻ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ തന്നെ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം നമ്മൾ എന്താക്കുക, ഡോട്ടഡ് ലൈന് സോളിഡ് ലൈൻ ആക്കുക, എന്നിട്ട് ഹാച്ച് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെക്ഷൻ റിവ്യൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു സെക്ഷൻ റിവ്യൂവിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ പേജ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്, താഴെ കാണിച്ചിരിക്കുന്ന ടോപ്പ് വ്യൂ. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് സെക്ഷനിലായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നൊരു വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി.